മുനമ്പത്തെ വഖഫ് വിഷയം വലിയ വിഷയമായിട്ട് നമ്മൾ പറയുന്നത് തീ ആളിക്കത്തുന്നത് പോലെ കത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ വിഷയം എന്ന് പറയുന്നത് സർക്കാർ അഭിമുഖീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരുപാട് കുടുംബങ്ങളുടെ ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെ മുതലെടുക്കാനായിട്ട് BJP-യും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ BJP ഇതിനിടയിൽ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു മുതലെടുപ്പിന് ശ്രമിക്കാൻ പറ്റുന്ന ഒരു വിഷയമായതുകൊണ്ട് അവരും അതിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നത്, VD സതീശൻ മുഖ്യമന്ത്രിയായ സമയത്ത് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നുള്ളതായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു വെറും വാക്ക് പറയുകയും ദീപികയിൽ ഉൾപ്പെടെ ഒരു മുഖപ്രസംഗം എഴുതുന്ന രീതിയിലേക്കൊക്കെ ക്രൈസ്തവ സഭകളൊക്കെയും സർക്കാരിനെതിരെ തിരിയുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത്? ഇതിൽ ഒന്നാമത്തെ കാര്യം പ്രജിത അറിയേണ്ടതും പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുള്ള കാര്യം, ഇത് മുനമ്പം ഇഷ്യൂ കൈവിട്ട് പോയി. ഇത് മുനമ്പം ഇഷ്യൂ ഇപ്പോൾ ഏതാണ്ട് 400 കുടുംബക്കാരുടെയോ വീട്ടുകാരുടെയോ ഒന്നും മാത്രം ഇഷ്യൂ അല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ 610 കുടുംബങ്ങളാണ് ഉള്ളത്. അവരുടെ ഇഷ്യൂ പോലും അല്ല. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിപ്പോൾ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ആളി കത്തുന്നതിനിടക്കാണ് തൽക്കാലത്തേക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ 10 മിനിറ്റ് 11 മിനിറ്റ് 12 മിനിറ്റ് കൊണ്ടൊക്കെ പരിഹരിക്കുമെന്നൊക്കെ പറയുന്നത്. സതീശൻ അങ്ങനെ വീക്ക്നെസ്സുകളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് വെറും ഡയലോഗ് സതീശൻ എന്നാണ്. അതാണ് BD എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമല്ല, അത് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 1 മണിക്കൂറിനകം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യമാണ്. ലാസ്റ്റ് ഡൽഹി ചെന്ന് ഇടിയുണ്ടാക്കി എല്ലാവരും കൂടി മറ്റേ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിൻ്റെ തലേദിവസത്തോട് ഇവിടെ എത്തിയത്. എന്ന് പറഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള ഒരു ഡെഡ് ലൈൻ വെച്ചേക്കണോണ്ടാണ്. അന്ന് തന്നെ വന്ന ട്രോളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് ഇലക്ഷന് ശേഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് തീരുമാനം വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നമാണ്. അതുപോട്ടെ, ഇനിയിപ്പോൾ അത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതാണ്. ഈ കേസിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്നാമതിലെ രാഹുൽ ഈശ്വർ 30 സെക്കൻഡും പുള്ളി 10 മിനിറ്റും ഒക്കെ ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. 10 എന്ന് പറഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞു വന്നിട്ട് 10 മിനിറ്റിൻ്റെ പ്രശ്നം തീർക്കാൻ പറ്റില്ല, തീർക്കാനും പറ്റില്ല. ഇതിൻ്റെ ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഭയപ്പെട്ടിരുന്നത് പോലെ തന്നെ UDF അധികാരത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്, UDF ഭരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രാമുഖ്യമുള്ളത് ഉറപ്പായിട്ടും തന്നെ മുസ്ലിം ലീഗിനാണ്. ആ മുസ്ലിം ലീഗിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു മുസ്ലിം പ്രീണനം നടക്കുന്നുവെന്നും കോൺഗ്രസ് അതിന് വഴങ്ങിക്കൊടുക്കുന്നുവെന്നും പറയുന്ന വലിയ, ഇവിടെ ഭൂരിപക്ഷ സമുദായങ്ങൾക്കൊന്നും രക്ഷയില്ല എന്നും പറയുന്ന വലിയ പ്രചരണം വരുമെന്ന് ഞാൻ വിചാരിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പം ആ പ്രചരണം വലിയ തോതിൽ ആരംഭിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ കീഴിലാണ് ഈ മുനമ്പ് ഇഷ്യൂമായി ബന്ധപ്പെട്ട്. കാരണം ഏറ്റവും ആദ്യമേ തന്നെ ഇത് മുസ്ലിം സമുദായത്തിനോട് വർഗീയത മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് ജോഷി മയ്യാറ്റിൽ പോലെയുള്ള അച്ഛന്മാരൊക്കെ വന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് തെറ്റൊന്നുമില്ല, കറക്റ്റാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഈ സമൂഹത്തിൽ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വിഭജനം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുനമ്പത്തിൻ്റെ ഇഷ്യൂവിൽ മാത്രം ഇനി നിൽക്കില്ല. ഈ മുനമ്പത്തിൻ്റെ ഇഷ്യൂവിൽ നിങ്ങൾ ഈ കടമ്പിടുത്തം പിടിച്ചതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളിലേക്ക് ഈ സംഭവം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനമ്പം ഒന്നും 10 മിനിറ്റ് തീർക്കാൻ പറ്റില്ല. ആകെ ഇപ്പോൾ VD സതീശന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതും VD സതീശൻ ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റവന്യൂ അവകാശം തിരികെ കൊടുക്കലാണ്. എന്ന് പറഞ്ഞാൽ കരമടക്കാനുള്ള ഒരു അവകാശം കൊടുത്താൽ മതി. ഈ കരമടച്ച റെസീറ്റ് കിട്ടിയാലേ വല്ല കൂട്ടത്തിലുള്ള ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വല്ല പോലീസ് പിടിയിലായാൽ പോലും ജാമ്യം നിൽക്കാൻ പോലും പറ്റുള്ളൂ. തൽക്കാലം ജാമ്യം നിൽക്കാമല്ലോ, അത് വീട് സ്ഥലം വിൽക്കാനോ ലോൺ എടുക്കാനോ ഒന്നും എന്ത് ചെയ്യില്ല, പറ്റില്ല. അപ്പോൾ അത് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് വരണം. ഹൈക്കോടതി ഇപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് വിധിച്ചിട്ടുണ്ട്, വഖഫ് ഭൂമി അല്ലെന്നുള്ളത് സുപ്രീം കോടതി ഉത്തരവ് വരണം. ആ ഉത്തരവ് വരാനുള്ള കേസ് സതീശൻ വെറും നമ്പർ ഇറക്കിയതാണ്. മറ്റേ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ലായിരുന്നെങ്കിൽ മല മറിച്ചേനെന്നൊക്കെ മനസ്സിലായോ? ഇല്ലേ, ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ മറ്റേ മഞ്ജു പിള്ളയാണെന്ന് എനിക്ക് തോന്നണം. മറ്റേ മഞ്ജു പിള്ള അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നടുവേദന ഉള്ളതുകൊണ്ടാണ് അതിന് എസ്കലേറ്ററിൽ കയറിയാനെന്ന് പറയണ്ടല്ലേ എനിക്ക്, അല്ലെങ്കിൽ എന്ത് അപ്പോൾ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നടുവേദന ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റ് ഓടിച്ചേനെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുപോലെ VD സതീശൻ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി അന്നേരം തൽക്കാലത്തേക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടി പുള്ളി ഇതുപോലെയുള്ള പല തട്ടലുകളും പറഞ്ഞു. അത് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഭയങ്കര വൈബാണല്ലോ എന്നുള്ള ചില അടിയൊക്കെ ഞാൻ നുണയൊക്കെ പറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യം. പുള്ളി പറഞ്ഞതിൽ ഏക സത്യം ഇതാണ് കേട്ടോ. നുണ പറയുമെന്ന് പുള്ളി പറഞ്ഞാണ് എന്ത് സത്യമായിട്ടുള്ള. ഞാനൊരു കാര്യം എൻ്റെ ഇടയിൽ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് UP-യിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇത് പലരും പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ 31,000 സ്ഥാവര വസ്തുക്കൾ അത് റദ്ദാക്കി.
കാരണം അതിന്റെ ബാക്കി ഡാറ്റാസ് എടുത്ത് നോക്കുമ്പോൾ കൃത്യമായ രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് ഇത് എന്ന് കണ്ടിട്ടാണ് റദ്ദാക്കിയത്. അങ്ങനെയെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, സതീശൻ സർക്കാരിനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് റദ്ദാക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാൻ കഴിയില്ല. റദ്ദാക്കൂത് ഇത് സുപ്രീം കോടതിയിൽ ഓൾറെഡി കേസ് നിലനിൽക്കുന്നതാണ്. അപ്പൊ സുപ്രീം കോടതി ചെന്നിട്ട് അല്ലെങ്കിൽ വഖഫ് ബോർഡ് പറയണം ഞങ്ങൾ ഈ മറ്റേ ഇത് ക്യാൻസൽ ചെയ്തു എന്ന് പറയണം, ഈ ക്ലെയിം ഞങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് പറയേണ്ടി വരും. പ്രജിത അറിയേണ്ടത് അത്ര ലളിതമല്ല കാര്യങ്ങൾ. അങ്ങനെ ഇപ്പൊ ഈ നാട്ടിൽ 16% ക്രിസ്ത്യൻ സമുദായം, അതിലുള്ള 610 പേരിൽ ധീവര കുടുംബങ്ങളുണ്ട്, ഈഴവ കുടുംബങ്ങളുണ്ട്, അതുപോലെ മറ്റു സമുദായങ്ങളിലെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, അത് അങ്ങനെയുള്ള 10-200 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ വഖഫിൻ്റെ ഒരു സ്വത്ത് വേണ്ടാന്ന് പറയാനുള്ള ധൈര്യം മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇരിക്കുന്ന ഒരു ഗവൺമെൻറ് കാണിക്കും. ഇനി കാണിച്ചിട്ട് നേരെ തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? ഇത് ഞാൻ മനഃപൂർവ്വം പറയേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു MLA വന്ന് പ്രസംഗിച്ചേക്കണെന്ന് വെച്ചാൽ ഇവർ കയ്യേറ്റക്കാരാണെന്ന് പറഞ്ഞാണ്. പിന്നെ പാണക്കാട് റഷീദ് അലി മറ്റേ തങ്ങളാണ് ഇത് 2019 ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, ഇത് വഖഫിൻ്റെ അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇതാകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് രാവിലെ എഴുന്നേറ്റ് ഒക്കെ മുഖം കഴുകിയിട്ട് മറ്റേ ചായ കുടിക്കുന്ന അത്ര ലളിതമായിട്ട് 10 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ചായ കുടിച്ച് തീർക്കുക, അതുപോലെയുള്ള പ്രശ്നമല്ല ഇത്. മനസ്സിലായോ? ഇത് നടക്കുന്ന കേസല്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം ഇതുപോലെയല്ല. ഞാനിപ്പോൾ മുനമ്പത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞുകൊണ്ട് അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ താങ്കൾ ചോദിച്ചു ഞാൻ പറയാം. ഞാനിപ്പോൾ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചാണ്. പക്ഷേ ഈ പ്രശ്നം ഇപ്പം എന്താ സംഭവിച്ചേക്കണമെന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലുതായി കഴിഞ്ഞു. അതായത് നിങ്ങൾ ഈ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയാണ്. ആ വർഗീയത എന്ന് പറഞ്ഞാൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ പ്രീണനമാണ്. നിങ്ങൾ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ രക്ഷയില്ല എന്നുള്ളത് ഇപ്പം ഈ പറയുന്ന പോലെ ജോഷി മയ്യാറ്റിൽ പോലെയുള്ള അച്ഛന്മാരൊന്നും പറയുകയും ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ കാര്യമെന്നറിയോ? ഇനി ഞാൻ മറ്റൊരു 2-3 കണക്കുകൾ കൂടി പറയാം. ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കണക്കുകളുണ്ട്. കണക്കുകളൊക്കെ ശരിയാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള കണക്കുകളാണ്. അതായത് ഇപ്പം 2013 ശേഷം ഇപ്പം 2026 വരെ ന്യൂനപക്ഷ വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ന്യൂനപക്ഷ വകുപ്പ് രൂപീകരിച്ചിട്ടുള്ളതിൽ യഥാർത്ഥത്തിൽ ഇതുവരെ മന്ത്രിയായിട്ടിരുന്നേക്കണ മുഴുവൻ മുസ്ലിം സമുദായത്തിൽ നിന്നാണ്. ഒരു ക്രിസ്ത്യൻ മന്ത്രി വെക്കാൻ പാടില്ല എന്നാണ് ചോദിക്കണത്. ഓക്കെ, ഇനി അത് പോട്ടെ, അത് വേണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞാൽ അതിലുള്ള ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ 22 ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്, ഡയറക്ടർ ബോർഡിൽ 22 പേര് എന്ന് പറയുന്നത് 22 പേര് മുസ്ലിംസ് ആണെന്നാണ്. അതിലെ പ്രൊമോട്ടേഴ്സിൽ ഏതാണ്ട് 80%, 70%, 80% മുസ്ലിംസ് ആണെന്നാണ്. കോട്ടയം പോലുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ അറിയേണ്ടത്, എൻ്റെ കണക്കുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കോട്ടയം പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പം അതിന് 25 സെൻറ്ററുകളുണ്ട്. ഇപ്പം അതുപോലെ തന്നെ മറ്റേ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്കീമുണ്ട് മൈനോറിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള. ആ സ്കീമിൻ്റെ ഓഫീസുകൾ തുടങ്ങിയിട്ടില്ല. ആ ഓഫീസുകൾ തുടങ്ങിയതിൽ 25 എണ്ണവും മലപ്പുറത്താണ്. അതേസമയം കോട്ടയത്ത് ഒരു സ്ഥലത്തേ ഉള്ളൂ. ആ ഒരു സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈരാറ്റുപേട്ടയിലാണ് കൊണ്ടുവച്ചത്. ഞാൻ ബാക്കി പറയണ്ടല്ല. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് ഈ ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് അത് 65 പേരുണ്ട്, 55 പേരുണ്ട്. ഇവിടെ 55 പേരുണ്ട് തിരുവനന്തപുരത്ത്. അതിൽ 10 പേരാണ് ബാക്കി സമുദായക്കാരുള്ളത്, ബാക്കി 45 മുസ്ലിമാണ്. ഈ കണക്കുകളിലേക്കൊന്നും എടുക്കില്ലായിരുന്നു ഈ പ്രശ്നം നേരത്തെ പരിഹരിച്ചിരുന്നെങ്കിൽ. മനസ്സിലായോ? അപ്പം ഈ പ്രശ്നം കത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ചില ആളുകളൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്നുള്ള പേരങ്ങ മാറ്റുന്ന പറയണം. എന്നിട്ട് നിങ്ങൾ മുസ്ലിം ക്ഷേമ വകുപ്പ് ഇട്ടിട്ട് ഒരു വകുപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് ഇതര മറ്റേ ന്യൂനപക്ഷങ്ങളിൽ തോന്നി വേറൊരു വകുപ്പ് ഉണ്ടാക്കുക. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ല ഈ പ്രശ്നം. ഇത് നീണ്ടു പോകും തോറും തലവേദന ഉണ്ടാവും. പിന്നെ ഈ തലവേദന ഇത്ര ഉണ്ടാവൂലായിരുന്നു. എന്ത് ചെയ്താൽ മതിയായിരുന്നു അറിയാമോ? ഈ 10 മിനിറ്റ് പറയായിരുന്നു മതിയായിരുന്നു. ഞാൻ പറയണത് ഓക്കെ, ഞങ്ങൾ ഭരണത്തിലേക്ക് എത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു 6 മാസം 1 കൊല്ലം ഇവർ മിണ്ടാതിരുന്നാനേ, ഈ കണക്കൊന്നും എടുക്കാതിരുന്നാനേ. ഇപ്പം എന്താ 10 മിനിറ്റ് നിങ്ങൾ പറഞ്ഞിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഈ കണക്ക് മുഴുവൻ പുറത്തേക്ക് വന്ന. അതിന്റെ ഒരു തലമേ മാറിപ്പോയി. ആ തലം മാറിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇത് ഇനി മുസ്ലിം ലീഗിന്റെ ഇതിൽ ഔദ്യോഗിക നിലപാടെന്താ? മുസ്ലിം ലീഗിന് പറയാൻ പറ്റുമോ വഖഫ് ഭൂമി വിട്ടുകൊടുത്തേക്കെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ലീഗ് അല്ലാതാവും. മുസ്ലിം ലീഗ് വഖഫ് ഭൂമി വിട്ടുകൊടുത്തേക്കുമ്പോൾ ഞങ്ങളുടെ എന്നാ ജമാഅത്തെ ഇസ്ലാമിക്കാരും മറ്റേ മീഡിയ കൊണ്ടൊക്കെ സമ്മതിക്കുമോ? അവരിപ്പോഴും പറയണത് വഖഫ് ഭൂമിയാണ്, ഇത് കയ്യേറ്റക്കാരാന്ന് പറയണ. ബാക്കി പിന്നെ
ഈ പണ്ട് നേരത്തെ PDP-യിലൊക്കെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി അടക്കം അദ്ദേഹത്തിലുള്ള കുറച്ച് ആളുകളാണ് ഇവിടെ ഈ വഖഫ് സംരക്ഷണ സമിതി രൂപീകരിച്ചേക്കണം. അവരിപ്പോൾ സുപ്രീം കോടതി വരെ കേസ് എടുത്തു. സത്യത്തിലെ ഈ സുപ്രീം കോടതി കേസാണ്, നമുക്ക് എന്താ പരിഹരിക്കാൻ പറ്റുക നോക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗവൺമെന്റ് ഒരു കൊല്ലം കിട്ടിയാലേ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ദിവസം മുമ്പേ കത്താൻ തുടങ്ങിയത്. ഇനി ഇതിന്റെ പിന്നിൽ ആ കുടുംബങ്ങളൊന്നും ആരും ഇറക്കി വിടാൻ പോണില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നം പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് ആരും ഇറക്കി വിടില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ഒരു തന്ത്രം എന്താണെന്ന് കൂടി പ്രജിതയോട് പറഞ്ഞുതരാം. ആ തന്ത്രം ഗംഭീര തന്ത്രമായിരുന്നു. അത് ഞാനിപ്പോൾ തുറന്നങ്ങ് പറയണേ. അതുകൊണ്ട് ഇനി മിക്കവാറും നടക്കില്ല ഇത്. ആ തന്ത്രം എന്ന് വെച്ചാൽ 416 മറ്റേ ഇതിൽ 400 ഏക്കറിലധികം ഉണ്ട് മറ്റേ ഇവിടത്തെ ഭൂമി, ഈ വഖഫ് ഭൂമി ആധാരത്തിൽ. 400 ഏക്കറൊന്നും ഇല്ല, ആകെ 110 120 ഏക്കറേ ഉള്ളു. ബാക്കിയൊക്കെ കടലെടുത്ത് പോയി. ബാക്കിയൊക്കെ കടലെടുത്ത് പോയി. അപ്പൊ ആ ബാക്കി കടൽ 110 ഏക്കർ എന്ത് ചെയ്യുന്നു, ഈ കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കുക. പകരം ഗവൺമെന്റ് ഒരു 400 ഏക്കർ ഭൂമി ഇങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. മനസ്സിലായോ? കാസർഗോഡോ കോഴിക്കോടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഗവൺമെന്റ് ഒരു 400 ഏക്കർ ഭൂമി. അപ്പൊ ഇവർക്ക് ലാഭമായി. അല്ലെങ്കിൽ തന്നെ 110 ഏക്കർ ഇവിടെ ഉള്ളു. പകരം ഒരു 400 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് കിട്ടും. സത്യത്തിൽ ഈ വൈപ്പിങ്കര എന്ന് പറയുന്ന മുനമ്പം എന്നൊക്കെ പറയുന്ന പ്രദേശം ഉണ്ടായത് പണ്ടൊരു വെള്ളപ്പൊക്കത്തിലാണ്. എനിക്ക് 1800-കളിലും കണ്ടുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിലാണ് ഒരു കര അവിടെ രൂപപ്പെട്ട് വന്നത്. സത്യത്തിൽ സജീശൻ ഇതിനേക്കാൾ ഭേദം അത് പറയണേ. അന്നത്തെ വെള്ളപ്പൊക്കമാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ആ കര ഉണ്ടാവില്ലായിരുന്നു, പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പം ഇതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഡയലോഗ് അടിക്കുമ്പോഴുള്ള പ്രശ്നമാണിത്. മനസ്സിലായ? 10 മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ട് പരിഹരിച്ചേക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-15 ദിവസം, ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യില്ല, ഇത് പരിഹരിക്കുമെന്ന ആളുകൾ പ്രതീക്ഷിക്കുകയില്ല. അതിൻ്റെ പുറത്ത് പരിഹരിച്ചില്ലെങ്കിൽ ഇത്ര വലിയ മുറവിളി ഉണ്ടാകുകയില്ല. ദീപിക ലേഖനം എഴുതിയില്ല. ഷെക്കീന TV-യിൽ നിരന്തരമായി ഇതിനെക്കുറിച്ച് വാർത്തകൾ വരികയില്ല. എന്നെ ഒരു 5 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനകം. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നുകൂടി സാർ ഒന്ന് പ്രതികരിക്കണമെന്ന്. പുള്ളി ഒരാൾ വിളിച്ചേക്കണ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി വേറൊരു TV കാണാറില്ല. പുള്ളി ഷെക്കീന TV മാത്രമാണ്. പുള്ളി വേറെ ഒരു ചാനലും കാണില്ല. പുള്ളി ഇത് മാത്രം എന്ത് ചെയ്യും. എന്നിട്ട് പുള്ളി ഇടക്കിടക്ക് ഷെക്കീന TV-യുടെ ക്ലിപ്പിങ്സ് ഒക്കെ എനിക്ക് ഇട്ട് വരുമായിരുന്നു. പിന്നെ ഞാനൊന്ന് നോക്കാതായപ്പോഴാണ് എന്ത് ചെയ്ത്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ്. നമ്മൾ വെറുതെ വായിട്ടടിക്കരുത്. പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ ഈ വോട്ട് കിട്ടാൻ വേണ്ടി പല തന്ത്രങ്ങളൊക്കെ പറ്റും. അതിലൊരു ചെറിയ തന്ത്രമാണ്. പക്ഷെ സതീശൻ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഇത് ഇതുപോലെ കൈവിട്ടു പോകും. ഇനിയിപ്പോൾ എനിക്ക് തോന്നണ ഇന്നോ നാളെയോ സതീശൻ വീണ്ടും ക്രിസ്ത്യൻ സഭകളിലേക്ക് മേലധ്യക്ഷന്മാരെ കാണാനായിട്ട് ചെല്ലുമായിരിക്കും. അതിനിടയ്ക്ക് ആ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം.